ഉറൂബിനെ അനുസ്മരിക്കുമ്പോൾ ആദ്യം തന്നെ നമ്മെ ത്രസിപ്പിക്കുന്നത് ഉറൂബ് എന്ന ആ നാമധേയം പേര് തന്നെയാണ്. അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിലേക്ക് സ്വാഗതം ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഉറൂബ് എന്ന പേരിനെക്കുറിച്ച് പറഞ്ഞ് തുടങ്ങിയത് യാദൃച്ഛികമായിട്ടല്ല. സത്യത്തിൽ ഇന്ന് ഓർത്തെടുക്കുമ്പോൾ അനുസ്മരണം എന്ന് പറയുന്നത് ഏതർത്ഥത്തിലും ഓർക്കലും ഓർമ്മിച്ചെടുക്കലുമാണ് എന്ന് ഗബ്രിയോ ഗാർഷ്യോ മാർക്യൂസ് തൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. ആ അർത്ഥത്തിൽ ഇന്ന് ഉറൂബ് എന്നുള്ളതിനെ ഓർമ്മിച്ചെടുക്കുമ്പോൾ അതൊരു അറബി വാക്കാണ്. അതിൻ്റെ അർത്ഥം അസ്തമനം എന്നാണ്. സാധാരണഗതിയിൽ ഉദയം, വളർച്ച, പുരോഗതി എന്നൊക്കെ ഉള്ളടക്കം വരുന്ന ഒരു തൂലികാനാമം സ്വീകരിക്കുന്നതിന് പകരം മലയാളി ജീവിതത്തെ ആഴത്തിൽ ഇളക്കിമറിച്ച ഉറൂബിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർമ്മിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 1930കളിലാണ് പുരോഗമന സാഹിത്യ പ്രസ്ഥാനം സാഹിത്യത്തിൻ്റെ ഭൂപടം തിരുത്തി എഴുതിക്കൊണ്ട് പുതിയൊരു ഭാവുകത്വ വിപ്ലവത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ആ കാലഹരണപ്പെട്ട ഒരുപാട് കാഴ്ചപ്പാടുകളെ കീഴ്മേൽ മറിച്ചിട്ടുണ്ട്. അത് പുതിയ കാലത്തിൻ്റെ പുതിയ കാഴ്ചപ്പാടിൻ്റെ കൊടി പറത്തിയിട്ടുണ്ട്. ഞാൻ ഉറൂബ് എന്ന ആ തൂലികാനാമത്തിൻ്റെ ഒരു സാംസ്കാരിക വിവക്ഷ വ്യക്തമാക്കാൻ ശ്രമിക്കുന്നത് ഒരുപക്ഷേ കൂടുതൽ വിവരണമില്ലാതെ തന്നെ 2014 ശേഷമുള്ള ഇന്ത്യയിലെ നവഫാസിസ്റ്റ് രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ആർക്കും വ്യക്തമാവും. കാരണം ഒരറബി വാക്ക് അപകടമാവുന്ന ഒരു ഇന്ത്യൻ പശ്ചാത്തലം. അറബി വാക്ക് വേണ്ട, എന്തിന് ഉറുദു കലർന്ന ഒരു വാക്കുപോലും നമ്മുടെ പാഠപുസ്തകത്തിൽ നിലനിർത്താൻ പാടില്ല എന്ന് ദീനാനാഥ് ബത്രയെപ്പോലുള്ള അഭിനവ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ കൽപ്പിക്കുന്നൊരു കാലത്താണ്. അങ്ങനെ വെട്ടിമാറ്റാൻ നിർദ്ദേശിക്കപ്പെട്ട 24 വാക്കുകളിൽ ഒരു വാക്ക് ദോസ്ത് എന്ന വാക്കാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. മലയാളത്തിൽ പറഞ്ഞാലും ഇംഗ്ലീഷ് പറഞ്ഞാലും തമിഴ് പറഞ്ഞാലും ഹിന്ദിയിൽ പറഞ്ഞാലും ദോസ്താണ്. അതിൻ്റെ അർത്ഥം പ്രത്യേകിച്ച് ഡിക്ഷണറി നോക്കാതെ തന്നെ എല്ലാവർക്കും ഇന്ന് അറിയാം. എന്നിട്ടും ഉറുദു കലർന്ന ഹിന്ദി വാക്ക് ഹിന്ദുസ്ഥാനി ആയതുകൊണ്ട് മാത്രം അത് പാഠപുസ്തകത്തിൽ നിന്ന് കുത്തണം, ഡിലീറ്റ് ചെയ്യണം എന്ന് ദീനാനാഥ് ബത്ര പറയുന്ന ഒരു കാലത്ത് നിന്നാണ് നമ്മൾ ഉറൂബിലേക്ക് തിരിച്ചു പോകേണ്ടത്. ഉറൂബ് അസ്തമനം എന്ന അർത്ഥമുള്ള ഒരു അറബി വാക്ക് സ്വീകരിക്കുക മാത്രമല്ല ചെയ്തത്, അദ്ദേഹത്തിൻ്റെ കൃതികളെന്ന് പറയുന്നത് ഒരുപക്ഷെ ഇവിടെ ഈ അൽഗോരിതത്തിൻ്റെ അന്വേഷണത്തിൽ ഉൾപ്പെടുത്തുന്ന ഭാഗം ഉമ്മാച്ചു എന്ന അദ്ദേഹത്തിൻ്റെ കൃതിയെക്കുറിച്ചാണ്. ഉമ്മാച്ചുവിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴും നമുക്കറിയാം മലയാളത്തിൽ വിവിധ പേരുകളിലുള്ള നോവലുകൾ ഉണ്ടായിട്ടുണ്ട്, ഇനിയും ഉണ്ടാവണം. പക്ഷേ ഉറൂബിൻ്റെ ഉമ്മാച്ചു പല അർത്ഥത്തിലും വേറിട്ട് നിൽക്കുന്ന ഒരു കൃതിയാണ്. ആ കൃതിയുടെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുമ്പേ എന്തുകൊണ്ട് ഉറൂബ് ഇത്തരമൊരു തൂലികാനാമം സ്വീകരിച്ചു എന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിലേക്ക് സ്വാഗതം എന്ന പതിവ് വാക്യം ഉച്ചരിക്കുന്നതിന് മുമ്പ് തന്നെ ഉറൂബ് എന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ നടത്തിയ എപ്പിസോഡുകളിലൊന്നും ഒരു പേരിനെക്കുറിച്ച് ആവിധം ആലോചിക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഉറൂബിനെക്കുറിച്ച് നമ്മളിപ്പോൾ ആലോചിക്കേണ്ടി വരുന്നുണ്ട്. കാരണം ഇന്നാണെങ്കിൽ അതൊരു പെന്നയും ജിഹാദ് എന്ന ഒരു ഫാസിസ്റ്റ് പരികൽപ്പനയിലേക്ക് പരിമിതപ്പെടുത്തുകയും ഉറൂബ് നിരവധി ആക്ഷേപങ്ങൾക്കും അവഹേളനങ്ങൾക്കും വിധേയമാവുകയും ചെയ്യുമായിരുന്നു. പക്ഷേ അന്ന് ഉറൂബ്, അന്നത്തെ ഒരു കാലം എന്ന് പറയുന്നത് നമ്മൾ അഭിമാനത്തോടെ ഓർത്തെടുക്കേണ്ട സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൻ്റെ, നവോത്ഥാനത്തിൻ്റെ, മാനവികതയുടെ ഒക്കെ ഒരു പശ്ചാത്തലത്തിലാണ് ആ പേര് ഉണ്ടായിത്തീർന്നത്. മാത്രമല്ല ആ പേരിന് ദാർശനികമായ തത്വചിന്താപരമായ, ഞാൻ മുമ്പ് ചോദിച്ചല്ലോ എന്തുകൊണ്ട് ഉദയം എന്ന അർത്ഥം വരുന്ന
ഒരു വാക്ക് കണ്ടെത്തി അത് തൂലികാനാമം ആക്കിക്കൂടാ. ഉറൂബിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, ഒന്നും രണ്ടും വാക്കല്ല, എത്രയെത്രയോ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ എടുക്കൂ എന്ന് പറഞ്ഞ് ക്യൂ നിന്നിട്ടുണ്ട്, വരി നിന്നിട്ടുണ്ട്. കാവ്യാത്മകത കൊണ്ട്, എഴുത്തിൽ കാവ്യാത്മകത കൊണ്ട് ഒരപരപ്രപഞ്ചം സൃഷ്ടിച്ച മലയാളത്തിൻ്റെ മഹാസാന്നിധ്യമാണ് ഉറൂബ്. അതുകൊണ്ട് വാക്കുകൾക്ക് ഒരു ക്ഷാമം ഉണ്ടായിരുന്നില്ല ഉറൂബിന്. മലയാളത്തിലെ എല്ലാ വാക്കുകളും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വരി നിന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും ഒരു കൃതി വായിക്കുന്നവർക്ക് ഞാനീ പറഞ്ഞത് അതിശയോക്തിയാണ് എന്ന് തോന്നില്ല. പക്ഷെ എന്നിട്ടും എന്തിന് മലയാളത്തിൽ വരിയായി നിൽക്കുന്ന വാക്കുകളെയൊക്കെ കാണാതെ, അതിനെയൊന്നും സ്വീകരിക്കാതെ ഒരു അറബി വാക്ക് സ്വീകരിച്ചു. അതും എന്തുകൊണ്ട് ഉദയം എന്ന ഉള്ളടക്കത്തിന് പകരം അസ്തമനം. അവിടെയാണ് അതിൻ്റെ ഒരു ദാർശനികമായ പൊലിമ. ഞാൻ വിചാരിക്കുന്നത് അമ്പട ഞാൻ ബഷീറിലൊക്കെ നമ്മൾ കണ്ട, എല്ലാ ജനായത്ത് എഴുത്തുകാരിലും നമ്മൾ കണ്ട അഹന്ത, എല്ലാ ഉദയങ്ങളെയും കാത്തിരിക്കുന്നത് ഒരസ്തമനമാണ് എന്ന ആ അസ്തമനത്തെ അഭിവാദ്യം ചെയ്യാനുള്ള ഊർജം നമ്മുടെ ഉദയകാലത്ത് ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടതുണ്ട് എന്ന ഒരു ദാർശനികമായ കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടാണ് അസ്തമനം. അസ്തമനത്തോടെ എല്ലാം അവസാനിക്കുന്നു എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അസ്തമനം ജീവിതയാത്രയിലെ ഒരു വഴിത്തിരിവാണ് എന്ന വലിയൊരു കാഴ്ചപ്പാടാണ് ഉറൂബ് തൻ്റെ കൃതികളിൽ പങ്കുവെക്കുന്നത്. അദ്ദേഹം എന്തിലും ഏതിലും സൗന്ദര്യം കാണാൻ ഒരുപക്ഷെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല, കുന്നംകുളത്തെ പോർക്കുകളിൽ പോലും സൗന്ദര്യം കണ്ടെത്താൻ. അതിൻ്റെ യുക്തി നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ നമ്മൾ അതേക്കുറിച്ചുള്ള നമ്മുടെ മനസ്സിൽ വന്നു ചേർന്നിട്ടുള്ള പലതരം ആശയങ്ങളുടെ ഒരു കാഴ്ചയും കാഴ്ചപ്പാടിനെ ഒഴിവാക്കുന്നില്ല. എല്ലാ കാഴ്ചകൾക്ക് പുറകിലും നമ്മൾ സംശീകരിച്ച കാഴ്ചപ്പാടുണ്ടാവും. ആ കാഴ്ചപ്പാടനുസരിച്ചാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് ഉറൂബിൻ്റെ കാഴ്ചപ്പാടിൽ എന്നാൽ വ്യത്യസ്തമായ രീതിയിൽ ഒന്നിനെ കാണാൻ കഴിഞ്ഞാലോ അത് ചിലപ്പോൾ സുന്ദരമായി മാറാം. ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഉറൂബ് എന്ന ആ പേര് മാത്രമല്ല, ഉറൂബിൻ്റെ കൃതികളിൽ ഉമ്മാച്ചുവിലേക്ക് വരാം. ഉമ്മാച്ചുവിലേക്ക് വന്നാൽ നമ്മൾ കാണുന്നത് അതിലേറ്റവും വലിയ തെറിപ്പദമായിട്ട് ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് പറങ്കി ബടുക്ക്, പറങ്കി ബലാൽ, പറങ്കി സുവർ ഉൾപ്പെടെയുള്ള പറങ്കി ചേർത്തിട്ടുള്ള വാക്കുകൾ ഏറ്റവും കടുത്ത തെറിയായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏറ്റവും വലിയ ലൈംഗിക രോഗത്തിൻ്റെ പേര് പറങ്കിപ്പുണ്ണ്. ഞാൻ പറഞ്ഞു വരുന്നത് അധിനിവേശത്തോട്, സാമ്രാജ്യത്വത്തോട് ഒരു ജനത, കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ നിസ്സഹായരായ ഒരു ജനത എങ്ങനെയാണ് അധിനിവേശത്തോടുള്ള തങ്ങളുടെ രോഷം, പ്രതിഷേധം പ്രകടിപ്പിച്ചത്. പ്രതിഷേധ പ്രകടനത്തിന് പല വഴികളുണ്ട്. അതിലൊന്ന് ഭാഷയിലുള്ള ഇടപെടലാണ്. ജെയിംസ് എൻഗൂഗി എന്ന് പറയുന്ന കെനിയയിൽ ഏറ്റവും പ്രസിദ്ധനായ എഴുത്തുകാരൻ അധിനിവേശ വിരുദ്ധ മനോഭാവം ശക്തിപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ അതിനെ ഒരടയാളമായി ലോകചരിത്രത്തിൽ ആവിഷ്കരിക്കാൻ ചെയ്ത ഒരു കാര്യം, ഒന്നാമത്തെ കാര്യം, തൻ്റെ ജെയിംസ് എന്ന പേര് അദ്ദേഹം ഉപേക്ഷിച്ചു. എൻഗൂഗി വാത്തിയാങ്കോ എന്ന പേര്. 2, ഇംഗ്ലീഷ് ഭാഷയിൽ അഗാധമായ പരിജ്ഞാനം ഉണ്ടായിട്ടും അദ്ദേഹം ഇംഗ്ലീഷ് ഉപേക്ഷിച്ച് കിക്കിയു ഭാഷയിൽ, കിസ്സാലി ഭാഷയിൽ, ഈ 2 ഭാഷയുടെയും പേര് ഇംഗ്ലീഷ് പോലെ നമുക്ക് സുപരിചിതമാവില്ല. ആഫ്രിക്കൻ ഭാഷകളാണ്, കെനിയൻ ഭാഷകളാണ്. അതിലെഴുതാൻ അദ്ദേഹം തീരുമാനിച്ചു. പോർച്ചുഗീസ് കാലത്ത് മാത്രമല്ല, അതിനെ തുടർന്നും മലയാളത്തിലെ ഒരുപക്ഷെ ആനുഷംഗികമാണ്, ഉമ്മാച്ചുവുമായി ഇതിന് നേരിട്ടൊരു ബന്ധമൊന്നുമില്ല, പക്ഷേ പറങ്കി എന്നുള്ളത് പരിഹാസവും പുച്ഛമൊക്കെ ആയിട്ട് ഉമ്മാച്ചുവിൽ കടന്നു വരുന്ന, അതാണ് ഉമ്മാച്ചുവിൻ്റെ കേന്ദ്രമെന്നല്ല. ഉമ്മാച്ചുവിൻ്റെ കഥ എല്ലാവർക്കും അറിയാം. മിക്കവാറും ആളുകൾ വായിച്ചിട്ടുള്ളൊരു കൃതിയാണ്, അല്ലെങ്കിൽ അനിവാര്യമായും വായിക്കേണ്ട ഒരു കൃതിയാണ്. 2025 പോലും വായിക്കേണ്ട ഒരു കൃതിയാണ്. കാരണം
സാമുദായിക സൗഹാർദ്ദത്തിൻ്റെ, സാമുദായിക മൈത്രിയുടെ, ജാതി സങ്കുചിതത്വത്തിനപ്പം അപ്പുറം, മതസങ്കുചിതത്വത്തിന് അപ്പുറം നമ്മളൊക്കെ മനുഷ്യരാണ്. എല്ലാ മുഖംമൂടികളും അഴിച്ചു മാറ്റി കയ്യുറകളും കാലുറകളും വലിച്ചെറിഞ്ഞ് മനുഷ്യൻ അവൻ്റെ സൂക്ഷ്മതയിൽ പരസ്പരം സംവദിക്കുന്ന, അവിടെയാണ് ഉമ്മാച്ചു എന്ന കൃതി ഏറ്റവും പ്രസക്തമാകുന്നത്. പക്ഷേ ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത് 3 ഘട്ടമായിട്ടാണ് ഉമ്മാച്ചുവിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒന്ന്, പോർച്ചുഗീസ് കാലഘട്ടത്തിൻ്റെ ഒരു പശ്ചാത്തലമാണ്. അത് ഉമ്മാച്ചുവിലെ പ്രാദേശിക ചരിത്രകാരൻ എന്ന് വിളിക്കാവുന്ന അഹമ്മദ് ഉണ്ണിയുടെ ആവിഷ്കാരത്തിലൂടെയാണ് അടയാളപ്പെടുത്തുന്നത്. ഉമ്മാച്ചുവിൽ കടന്നു വരുന്ന എല്ലാ കഥാപാത്രങ്ങളുടെയും വിത്തും വേരും ആഴത്തിൽ അവതരിപ്പിക്കുന്ന ആൾ പ്രാദേശിക ചരിത്ര പ്രതിഭ അഹമ്മദ് ഉണ്ണിയാണ്. ഒരുപക്ഷെ പ്രാദേശിക ചരിത്രത്തിൻ്റെ പ്രാധാന്യം, പക്ഷേ പ്രാദേശിക ചരിത്രം ഉമ്മാച്ചുവിൽ അവതരിപ്പിക്കപ്പെടുന്നത് തറവാട് മഹത്വത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. അതിപ്പോൾ ഒരു ബൈനറിയാണ്, ഒരു ദ്വിത്വമാണ്, ഒരു ഇരട്ടയാണ്. കൊള്ളുന്നവർ, കൊള്ളാത്തവർ, ആഢ്യന്മാർ, കേമന്മാർ, ഉപരിതലത്തിലുള്ളവർ, ഉന്നതർ, ഒന്നിനും കൊള്ളാത്തവർ, താഴ്ന്നവർ, അകറ്റി നിർത്തപ്പെടേണ്ടവർ. ഈ അർത്ഥത്തിലേക്കാണ് അഹമ്മദ് ഉണ്ണിയുടെ പ്രാദേശിക ചരിത്രം. പ്രാദേശിക ചരിത്രം എന്നതിനേക്കാൾ അതിനെ കൃത്യം വിളിക്കേണ്ടത് തറവാട് ചരിത്രം എന്നാണ്. ഇടശ്ശേരിയൊക്കെ പാടിയ നവോത്ഥാനം തകർത്തെറിഞ്ഞ ഒരു സങ്കല്പമാണല്ലോ തറവാടിത്തം. ഈ തറവാടിത്തത്തെ പോലെ ഇത്ര വൃത്തികെട്ട് മറ്റൊന്നുമില്ല ഊഴിയിൽ എന്ന് ഇടശ്ശേരി പാടുന്നുണ്ട്. ഉമ്മാച്ചുവിലെ ഒരു കേന്ദ്ര പ്രമേയം സത്യത്തിൽ തറവാടിത്ത ബോധമുണ്ടാക്കുന്ന മനുഷ്യജീവിതത്തിൻ്റെ തകർച്ചയാണ്. അതിലേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ ഉമ്മാച്ചുവിലെ പറങ്കി ചേർത്തുള്ള, അതാണ് അതിൻ്റെ 1-ാം ഘട്ടം. രണ്ടാമത്തേത് നമുക്കറിയാവുന്നതുപോലെ ബ്രിട്ടീഷ് കാലഘട്ടമാണ്. ബ്രിട്ടീഷ് കാലഘട്ടം എന്ന് പറയുമ്പോൾ ഉമ്മാച്ചുവിൽ അത് കടന്നു വരുന്നത് ഭിന്നിപ്പിൻ്റെ വിത്ത് വിതച്ചുകൊണ്ടാണ്. ഉമ്മാച്ചുവിൽ തെരഞ്ഞെടുപ്പുണ്ട്, കോൺഗ്രസും ലീഗും ഉണ്ട്, ഇസ്ലാം അപകടത്തിൽ എന്ന മുദ്രാവാക്യം മുഴങ്ങുന്നുണ്ട്, ദേശീയ മുദ്രാവാക്യം മുഴങ്ങുന്നുണ്ട്. ദേശീയവാദിയായ ഒരു വർമ്മ വർഗീയതയുടെ മൂടുപടമിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഉമ്മാച്ചു തുറന്നു കാണിക്കുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ. 3-ാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പോർച്ചുഗീസ് കാലഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, ബ്രിട്ടീഷുകാരുടെ ഭിന്നിപ്പിക്കലിൻ്റെ പശ്ചാത്തലത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ചിന്നമ്മുവും അബ്ദുവും തമ്മിലുള്ള, ചിന്നമ്മു ചാപ്പുണ്ണി നായരുടെ ഏക മകളാണ്, അധ്യാപികയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്. ദേശീയ പശ്ചാത്തലത്തിൽ കോൺഗ്രസ് കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും കരുത്തുറ്റ സ്ത്രീ കഥാപാത്രമാണ്. അബ്ദു എന്ന് പറയുന്നത് ഉമ്മാച്ചുവിൻ്റെ ആദ്യ പങ്കാളിയായ ബീരാനുള്ള പുത്രനാണ്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട്. ഞാൻ ഇത്രയും ചൂണ്ടിക്കാണിക്കുന്നത് ഇതിൻ്റെ 3 പടവുകൾ, ഉമ്മാച്ചു എന്ന നോവലിൻ്റെ 3 പടവുകൾ. ഈ പടവുകളെക്കുറിച്ച് നോവലിൻ്റെ ആമുഖത്തിൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ NP മുഹമ്മദ് പറയുന്നുണ്ട്. ഓർക്കുക, ഈ കൃതിക്ക് ആമുഖം എഴുതിയത് മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട NP ആണ്. NP 3 പടവുകളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് പോർച്ചുഗീസ് കാലത്ത് എപ്രകാരം മലയാളത്തിൻ്റെ ആത്മബോധം അല്ലെങ്കിൽ കേരളത്തിൻ്റെ ആത്മബോധമുള്ള മനുഷ്യർ പറങ്കിയെ ഒരു തെറിപ്പദമായി രൂപാന്തരപ്പെടുത്തിയോ, ഏറ്റവും വെറുക്കപ്പെടേണ്ട ഒരു വാക്കായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ചീത്താർത്ഥം കടന്നു വരുന്ന ആവിഷ്കരിക്കാവുന്നൊരു വാക്കായിട്ട് അത് അധിനിവേശ വിരുദ്ധതയുടെ ഭാഗമാണ്. ഇത് തന്നെയാണ് 1920-കളിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും ആനുഷംഗികമായിട്ട് ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത് മലയാളത്തിൽ ഏറ്റവും കടുത്ത തെറി ഏതാണെന്ന് എന്നോടൊരാൾ ചോദിച്ചാൽ, അങ്ങനെ ചോദിക്കാനുള്ള സാധ്യത വിരളമാണെങ്കിൽ പോലും ഞാൻ വിചാരിക്കുന്നത് അത് ക്ണാപ്പൻ എന്നുള്ളതാണ്. എവിടുത്തെ ക്ണാപ്പനാടടാ, ഇതാണ് ഏറ്റവും വലിയ തെറി. പക്ഷേ ഈ തെറി 1920-ന് മുമ്പ് മലയാളത്തിൽ ഉണ്ടായിട്ടില്ല.
ഉറപ്പാണ്. കാരണം ഈ തെറിയുടെ പശ്ചാത്തലം, ചരിത്രം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് അധിനിവേശം മലബാറിലെ വിപ്ലവ സമരത്തെ അടിച്ചമർത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഏറ്റവും ഭീകരമായിട്ടുള്ള ഒരു കൂട്ടക്കൊലയുണ്ട്, വാഗൺ മസാക്കർ. ആ മസാക്കറിനെ കുറിച്ച്, കൂട്ടക്കൊലയെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്രിട്ടീഷ് സർക്കാർ ഒരു കമ്മീഷനെ നിയമിക്കേണ്ടി വന്നു. ആ കമ്മീഷൻ്റെ നേതൃത്വം റൗളാണ്ട് നാപ്പ് എന്നൊരാൾക്കായിരുന്നു. ഇംഗ്ലീഷിൽ അദ്ദേഹത്തിൻ്റെ പേര് എഴുതുക KNAPP എന്നാണ്. മലയാളത്തിൽ അത് വായിക്കുക ക്നാപ്പ് എന്നാണ്. ഇദ്ദേഹം അന്വേഷണം നടത്തിയിട്ട് ഇതിൽ ബ്രിട്ടീഷ് സർക്കാരിന് ഒരു പങ്കുമില്ല എന്ന റിപ്പോർട്ട് സമർപ്പിച്ചതിൽ രോഷാകുലരായ ജനതയാണ് ഇയാളുടെ പേര് തന്നെ ഒരു തെറിപ്പദമാക്കി രൂപാന്തരപ്പെടുത്തിയത്. അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിലെ ഈ പ്രാവശ്യത്തെ പ്രധാനപ്പെട്ട വിഷയം ഉമ്മാച്ചുവാണ്. നമ്മൾ അതിൽ നിന്ന് കുറച്ച് വിട്ടുപോയി, നമുക്ക് തിരിച്ചു വരാം. ഉമ്മാച്ചു എന്താണ് ആവിഷ്കരിക്കുന്നത്? ഉമ്മാച്ചുവിലെ ഓരോ കഥാപാത്രവും, ഉമ്മാച്ചു, ബീരാൻ, മായൻ, ചാപ്പുണ്ണി നായർ, ചിന്നമ്മു, ഹസ്സൻ, ആമിന തുടങ്ങി ഉമ്മാച്ചുവിലെ ഓരോ കഥാപാത്രത്തെക്കുറിച്ചും നമ്മൾ കൂടുതൽ ആലോചിക്കേണ്ടി വരും. ഞാൻ കുറച്ച് പരാമർശിച്ചത് അബ്ദുവിനെ കുറിച്ചായതുകൊണ്ട് അബ്ദു മലബാറിലെ ഒരു ഹാംലെറ്റാണ് എന്ന് നമുക്ക് ആലോചിക്കേണ്ടി വരും. ഷേക്സ്പിയറുടെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ്, ഒരു ട്രാജിക് ഡ്രാമയാണ്, ദുരന്ത കൃതിയാണ്. ആ കൃതിയിൽ കൊല്ലപ്പെട്ട ഹാംലെറ്റിൻ്റെ പിതാവ് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ കൊലയാളി സിംഹാസനത്തിൽ ഇരിക്കുകയാണ്, അതിനോട് പ്രതികാരം ചെയ്യണം എന്നാവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ മകനായ ഹാംലെറ്റിന് അത് നിർവഹിക്കാൻ പറ്റുന്നില്ല. ഷേക്സ്പിയറുടെ കൃതിയിലെ ഏറ്റവും നിർണായകമായ ഒരു വാക്യമാണ് ഹാംലെറ്റിലെ ടു ബി ഓർ നോട്ട് ടു ബി, ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ. വേണമോ വേണ്ടയോ, അതാണ് പ്രശ്നം. കഴിയുന്നില്ല. ഇതേ സംഘർഷത്തിലാണ് ഉമ്മാച്ചുവിലെ അബ്ദു. ഉമ്മാച്ചുവിലെ ബീരാനിൽ ഉണ്ടായ ആദ്യ പുത്രനാണ് മായൻ. സത്യത്തിൽ മായനാണ് തൻ്റെ പിതാവിനെ കൊന്നത് എന്ന് അബ്ദുവിനറിയാം. ഏറ്റവും വെറുപ്പോടുകൂടിയാണ് ഉമ്മയെ അതിരറ്റ് സ്നേഹിച്ചു, അതായത് ഉമ്മാച്ചുവിനോട് അതിരറ്റ സ്നേഹം. അതേസമയം തൻ്റെ ബാപ്പയെ കൊന്ന ഈ കൊലയാളിയെ വിവാഹം ചെയ്തതിലുള്ള അമർഷം, ആ അമർഷം മുഴുവൻ തുടക്കം മുതൽ മായനോട് അബ്ദു പുലർത്തുന്നുണ്ട്. പക്ഷേ അബ്ദു മായനെ ആക്രമിക്കുന്നില്ല, വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നുണ്ട്, പക്ഷേ മറ്റൊന്നും ചെയ്യുന്നില്ല. എങ്കിൽ പോലും മലബാറിലെ ഒരു ഹാംലെറ്റ് എന്ന് അബ്ദുവിനെ വിളിക്കാമോ എന്നുള്ളത് സാഹിത്യ വിമർശനത്തിൽ ഒരു സംവാദ വിഷയമാണ്. എങ്കിലും ചെറിയൊരു ഹാംലെറ്റ് സ്പർശം ഉണ്ടോ എന്ന് ആലോചിക്കാവുന്നതാണ്. ഇനി മായൻ എന്ന കഥാപാത്രത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ മായനും ബീരാനും ഉമ്മാച്ചുവും കളിക്കൂട്ടുകാരായി വളർന്നു വന്നവരാണ്. രണ്ടുപേരും സത്യത്തിൽ ഉമ്മാച്ചുവിനെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നാൽ പണവും പ്രതാപവുമുള്ള ബീരാനാണ് ഉമ്മാച്ചുവിനെ വിവാഹം കഴിക്കുന്നത്. അങ്ങനെ വിവാഹം കഴിക്കുന്നതിലേക്ക് വഴിയൊരുക്കിയത് കാരണം അത്തറാലിയുടെ തിത്തിക്കുട്ടി ഉമ്മയുടെയും മകൾക്ക് ആവിധമുള്ള പണമോ പ്രതാപമോ ഇല്ല, അളവിലേറെ സൗന്ദര്യമുണ്ട്, അതുമാത്രമാണുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ വലിയ പ്രതാപിയായ ബീരാൻ്റെ കുടുംബത്തിന് ഈ യുവതിയെ കല്യാണം കഴിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ബീരാൻ്റെ പൂതി നടക്കില്ല എന്നാണ് മായൻ വിചാരിച്ചിരുന്നത്. പക്ഷെ അവിടെയാണ് അഹമ്മദ് ഉണ്ണിക്ക പ്രത്യക്ഷപ്പെട്ട് അത്തറാലിയുടെ കുടുംബം വലിയ തറവാടാണ് എന്ന് വരുത്തി തീർത്ത് അതിനൊക്കെയുള്ള ചില കാര്യങ്ങൾ ചകഞ്ഞ് എടുത്ത് അത് മായന് കിട്ടിയ ഏറ്റവും വലിയ ഷോക്കായിരുന്നു. ഉമ്മാച്ചു ആവട്ടെ
തൻ്റെ പ്രണയം തുറന്നു പറയാവുന്ന അവസ്ഥയിലായിരുന്നില്ല. വളരെ കരുത്തുറ്റ കഥാപാത്രമാണെങ്കിലും നിലനിൽക്കുന്ന വ്യവസ്ഥയ്ക്ക് കീഴ്പ്പെട്ട് അവർ ബീരാനെ വിവാഹം ചെയ്യുകയാണ്. ഒട്ടും ഇഷ്ടമില്ല. ബീരാനെ കൊല്ലുന്നത് മായനാണ് എന്നവർക്ക് മനസ്സിലായിട്ടുണ്ട്. എന്നിട്ടും അവർ ആ ബന്ധത്തിൽ അഭിരമിക്കുക തന്നെയാണ് ചെയ്തത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇവിടെ തീർച്ചയായിട്ടും NP സൂചിപ്പിക്കുന്നുണ്ട്, നമുക്ക് ഇതുമായി താരതമ്യപ്പെടുത്താവുന്ന ഒരു വലിയ കാവ്യം ആൽഫ്രഡ് ടെന്നിസൻ്റെ ഈനക്കാർഡൻ എന്ന ഒരു കവിത. ആ കവിത അത് വിസ്തരിച്ച് ഞാൻ പറയുന്നില്ല, ഒറ്റ വാചകത്തിൽ പറയാം. ആനിയെ ഇതേപോലെ തന്നെ ഫിലിപ്പും അതുപോലെ തന്നെ ഇനക്കും ഒരേപോലെ സ്നേഹിക്കുന്നു. പക്ഷേ ഇനക്കാണ് അവളെ വിവാഹം കഴിക്കുന്നത്. കാലം കടന്നു പോകുന്നു. ജീവിതം പ്രയാസമാകുമ്പോൾ ഇനക്ക് കപ്പൽ കയറി തൊഴിലന്വേഷിച്ച് പോകുന്നു. അവിടെ വെച്ച് കപ്പൽ തകർന്ന് വളരെയേറെ വർഷങ്ങൾ ആനി കാത്തിരുന്നു. പക്ഷേ വരുന്നത് കാണുന്നില്ല. ആ സമയത്ത് അവൾ ഫിലിപ്പിനെ വിവാഹം കഴിക്കുന്നു. പിന്നീട് പെട്ടെന്ന് ഇനക്ക് പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ അയാൾ മനസ്സിലാക്കുന്നു തൻ്റെ പ്രിയ ആനി വിവാഹിതയായി തീർന്നിരിക്കുന്നു തൻ്റെ സുഹൃത്ത് ഫിലിപ്പുമായി. അയാൾ അത് അംഗീകരിക്കുന്നു. അവരുടെ സമാധാനത്തിന് എൻ്റെ സാന്നിധ്യം ഒരു തരത്തിലുള്ള പ്രയാസവും ഉണ്ടാക്കരുതേ എന്നയാൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഏറ്റവും ഉദാത്തമായ ഒരു തലത്തിലേക്ക് ഈനക്ക് ഉയർന്നു പോകുന്നു. എന്നാൽ മായന് ആ വിധമുള്ള ഉദാത്തമായ ഒരു ഉയരത്തിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഒരു കൊലപാതകം നടത്തുന്നു. അതിൻ്റെ അനന്തരഫലമെന്നോണം മായൻ ആത്മഹത്യ ചെയ്യുന്നു. അതേസമയം തന്നെ ഇവിടെയാണ് ഉറൂബിൻ്റെ അസാധാരണമായ, സത്യത്തിൽ മായനൊരു വെറും കൊലയാളി മാത്രമാണോ? മായനൊരു പരമദുഷ്ടനാണോ? മായൻ നമ്മുടെ ജീവിതത്തിൻ്റെ സമീപത്തേക്കൊന്നും അടുപ്പിക്കാൻ പറ്റാത്ത ഒരു പരമബോറനാണോ? അല്ല എന്ന് വ്യക്തമാക്കുന്ന ആവിഷ്കാരവും അവതരണവും ഉമ്മാച്ചുവിൽ നമുക്ക് കാണാം. മായൻ അബ്ദുവുമായുള്ളൊരു സംഭാഷണത്തിൻ്റെ ഇടയിൽ അബ്ദുവുമായി വലിയ ഒത്തുതീർപ്പുണ്ടാക്കാൻ, അബ്ദു താൻ കൊലയാളിയാണ് എന്ന് അറിഞ്ഞിട്ടുണ്ട് എന്ന് മായൻ മനസ്സിലാക്കിയിരുന്നില്ല. മായൻ വിചാരിച്ചത് തൻ്റെ ഉമ്മയുടെ രണ്ടാം കെട്ടുകാരനായതുകൊണ്ട് രൂപപ്പെട്ടു വന്നൊരു അമർഷമായിരിക്കാമെന്നാണ്. എന്നാൽ അബ്ദുവിനെ അനുനയിപ്പിക്കാൻ വേണ്ടി, എന്താണ് മോനെ നിനക്ക് വേണ്ടത്, നീ എന്താണ് ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നത്, നിനക്ക് വേണ്ടത് എന്താ വെച്ചാൽ ഉപ്പ ചെയ്തു തരാമല്ലോ എന്ന് പറയുമ്പോഴാണ് ഉപ്പ, എവിടുത്തെ ഉപ്പ, നീ കൊലയാളിയാണ് എന്ന് പറഞ്ഞ് അബ്ദു പൊട്ടിത്തെറിക്കുന്നത്. അതോടെയാണ് മായന് നിൽക്കക്കള്ളി മുഴുവൻ നഷ്ടപ്പെട്ട് അയാൾ വയനാടൻ കാടുകളിലേക്ക് കയറുന്നത്. അവിടെ അയാൾ പല ജോലിയും ചെയ്യുന്നുണ്ട്. അയാൾ പ്രതാപിയായി മാറുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഹമ്മദ് ഉണ്ണിക്കായുടെ മകൻ, അഹമ്മദ് ഉണ്ണിയെ താൻ കൊന്നു എന്നാണ്, തൻ്റെ അടിയേറ്റ് അയാൾ മരിച്ചു എന്നാണ് മായൻ കരുതിയിരുന്നത്. പക്ഷെ അയാൾ മരിച്ചിട്ടില്ല എന്ന് ഹസനിൽ നിന്ന് മനസ്സിലാക്കുന്നു. ഹസനെ തൻ്റെ സഹായിയായി കൂട്ടുന്നു. പിന്നെ വീണ്ടും അദ്ദേഹം നാട്ടിൽ പോയി ഇനി നാട്ടിലേക്കില്ല എന്ന് തീരുമാനിച്ച് തിരിച്ചു വരുമ്പോൾ അവിടെ കാണുന്നത് ഒരു കുഞ്ഞിനെയും ഒരു സ്ത്രീയെയുമാണ്. ആമിനയും ആമിനയുടെ കുഞ്ഞുമാണ്. ഹസൻ നിന്ന് പരുകുന്നു, വിവരങ്ങളൊക്കെ പറയുന്നു. മായൻ അവരെ ഇറക്കി വിടുന്നതിന് പകരം അവർക്ക് എല്ലാവിധ സഹായവും നൽകുന്നു എന്ന് മാത്രമല്ല, ആ വീട് അവർക്ക് നൽകുന്നു. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ കൊലയാളിയാണ്, വലിയ കുറ്റമാണ് ചെയ്തത്, നമുക്ക് ഒരു തരത്തിലും ന്യായീകരിക്കാൻ പറ്റില്ല. പക്ഷെ അപ്പോഴും മനസ്സിൻ്റെ ഏതൊക്കെയോ മടക്കുകളിൽ വെളിച്ചമുണ്ട് എന്നുള്ള ഒരു ദൃശ്യം. അതായത് ഉറൂബ് മനുഷ്യജീവിതത്തിൻ്റെ കീഴ്മേൽ മറിഞ്ഞ അവസ്ഥകളെ അടയാളപ്പെടുത്തുകയാണ്. അങ്ങേയറ്റം കീഴ്മേൽ മറിഞ്ഞ അവസ്ഥകളിലേക്കാണ് അദ്ദേഹം തൻ്റെ കണ്ണ് തുറന്ന് വെക്കുന്നത്. ആ അർത്ഥത്തിൽ ഉമ്മാച്ചു, ഞാൻ മുമ്പ് ഉമ്മാച്ചു വായിച്ച് സ്തംഭിച്ചു പോയിട്ടുണ്ട്, വളരെ ഉത്കണ്ഠപ്പെട്ടിട്ടുണ്ട്. 2025 വീണ്ടും അത് വായിക്കുമ്പോൾ ആ കൃതി ഇന്നും മുന്നോട്ട് വെക്കുന്ന മതനിരപേക്ഷതയുടെ, മാനവികതയുടെ, സാമുദായിക മൈത്രിയുടെ ഒരു ലോകം
വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് നമുക്ക് കാണാൻ പറ്റും. ഉമ്മാച്ചുവിന് ഏറ്റവും വിശ്വസ്തമായിട്ടുള്ളത് ചാപ്പുണ്ണി നായരെയാണ്. ചാപ്പുണ്ണി നായർക്ക് ഏറ്റവും ആദരവുള്ള സ്ത്രീ, അവരുടെ ജീവിതത്തിലെ എല്ലാ വഴിത്തിരിവുകളെക്കുറിച്ചും അറിയുന്ന ആളാണ് ചാപ്പുണ്ണി നായർ. ആ ചാപ്പുണ്ണി നായർ ഉമ്മാച്ചുവിൻ്റെ കുടുംബവുമായി പുലർത്തുന്ന ബന്ധം എന്തിന്? ചാപ്പുണ്ണി നായർ ഒരു യാഥാസ്ഥിതിക തറവാടിയായ നായർ തന്നെയാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ചിന്നമ്മുവിൻ്റെ വിവാഹം, അബ്ദുവുമായുള്ള വിവാഹം അംഗീകരിക്കാൻ കഴിയില്ല. എന്നിട്ടും ഒടുവിൽ ആ ഒരു പേര് കൊണ്ട് മാത്രം ആ വീട്ടിലേക്ക് പോകുന്നത് അയാൾ അവസാനിപ്പിക്കുമെന്നാണ് കരുതിയിരുന്നത്. പക്ഷെ അപ്പോഴും അയാൾ ആ വീട്ടിലേക്ക് പോകുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് വളരെ വിശദമായി ആലോചിക്കേണ്ട, അന്വേഷിക്കേണ്ട, പല അർത്ഥത്തിൽ ഇതിലെ ഓരോ കഥാപാത്രത്തെയും ആലോചിക്കുമ്പോൾ നമുക്കറിയാം ഡോസ്റ്റോവസ്കിയുടെ റാസ്കോൾനിക്കോഫ് ഒരു കൊല നടത്തുന്നുണ്ട്. പക്ഷേ ആ കൊലയുടെ പേരിൽ ശിക്ഷിക്കപ്പെടുന്നത് ആ കൊലയുമായി ഒരു ബന്ധവുമില്ലാത്തൊരു നിരപരാധിയാണ്. അതുപോലെ മായനാണ് വീരാനെ കൊന്നത്. പക്ഷേ ശിക്ഷിക്കപ്പെടുന്നത് ചോഴി എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അങ്ങനെ എത്രയെത്രയോ, ഇതൊരു സമാനതയായി ഞാൻ കാണുന്നില്ല. കാരണം ഡോസ്റ്റോവസ്കിയുടെ റാൽക്കോഫ് എന്ന് പറയുന്നത് ലോകത്തിലെ അത്യസാധാരണമായ കഥാപാത്രങ്ങളിൽ ഒന്നാണ്. ഒരു നിരപരാധി തൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ടു എന്നറിയുമ്പോൾ തൻ്റെ അപരാധം പൂഴ്ത്തിവെക്കുകയല്ല, ഞാനാണ് കൊലയാളി എന്ന് പറഞ്ഞുകൊണ്ട് സോണിയ എന്ന ഉപേക്ഷിക്കപ്പെട്ട ഒരു സ്ത്രീയുടെ മുമ്പിൽ മുട്ടുകുത്തു നിന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അയാൾ കുറ്റമേറ്റു പറയുകയാണ്. മായനിൽ നിന്ന് ആ വിധം ഒരു പശ്ചാത്താപത്തിൻ്റെ പ്രകടനം നാം കാണുന്നില്ല. വേണമെങ്കിൽ ആ ആത്മഹത്യ പശ്ചാത്താപത്തിൻ്റെ മറ്റൊരു പ്രച്ഛന്ന രൂപമാണ് എന്ന് നമുക്ക് കരുതാവുന്നതാണ്. ഞാൻ പറയുന്ന അസാധാരണമായ കഥാപാത്രങ്ങൾ, ഉമ്മാച്ചു തന്നെ അസാധാരണമായൊരു കഥാപാത്രമാണ്. എന്നാൽ ചോഴിയെപ്പോലുള്ള കഥാപാത്രങ്ങൾ ചെയ്യാത്ത തെറ്റിന് തടവിൽ, മായം നടത്തിയ കൊലക്ക് ആ കൊലയുമായി ഒരു ബന്ധവുമില്ലാത്ത ചോഴി ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെടുന്നു. വർത്തമാനകാല ഇന്ത്യൻ പശ്ചാത്തലത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ചേർത്ത് വായിക്കേണ്ട എത്രയെത്രയോ സംഭവങ്ങൾ. അതുകൊണ്ട് ഉറൂബ് എല്ലാ പ്രതിസന്ധികൾക്കിടയിലും മനുഷ്യർ സുന്ദരികളും സുന്ദരന്മാരുമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ. അദ്ദേഹത്തെ അനുസ്മരിക്കുമ്പോൾ, ഈ അനുസ്മരണം അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ സ്വപ്നം കാണേണ്ടത്, നമ്മൾ ഉറൂബിൽ നിന്ന് ഊർജം സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ ഉറൂബ് കൃതികൾ നമുക്ക് പകർന്നു നൽകുന്ന ഊർജം എന്ന് പറയുന്നത് സൗഹൃദത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഒരു ലോകം തന്നെയാണ്. പക്ഷേ അത് ഒരൊറ്റയടി പാതയല്ല, ഇടം വലം തിരിയാതെ മുന്നോട്ട് മാത്രം അടിവച്ചു പോകുന്ന ഒന്നല്ല. മനുഷ്യർക്ക് നിരവധിയായ പരിമിതികൾ, ആ പരിമിതികൾക്കിടയിലുള്ള വീഴ്ചകൾ, വളവ് തിരിവുകൾ, ഇതൊക്കെയുണ്ട്. എങ്കിലും അവർ അനിവാര്യമായും ഈ വളവ് തിരിവുകൾക്കിടയിലും അവർക്ക് മുന്നോട്ട് പോവേണ്ടതുണ്ട് എന്ന ജീവിതത്തിൻ്റെ കാവ്യാത്മകമായ ഒരു വലിയ സന്ദേശമാണ് ഉറൂബിൻ്റെ എല്ലാ കൃതികളും പൊതുവിൽ പങ്കുവെക്കുന്നത്. ഉമ്മാച്ചുവിലെ സ്ത്രീ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത്, അതെടുത്ത് പറയേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു, വലിയ ഊർജമുള്ള, അവർ തൊട്ടാവാടികളല്ല. കടുപ്പമുള്ളത് എന്തും തനിക്ക് വേണം എന്ന് കരുതുന്ന ഉമ്മാച്ചു ഒരു വ്യക്തിയല്ല. മറിച്ച് പുരുഷാധിപത്യത്തിൻ്റെ പീഡനങ്ങൾക്ക് ഇരയായിത്തീരുന്ന എക്കാലത്തെയും സ്ത്രീകൾക്ക് പകരുന്ന ഒരു കരുത്താണ്. അതുകൊണ്ട് തന്നെ അന്വേഷണത്തിൻ്റെ അൽഗോരിതത്തിൽ ഉമ്മാച്ചുവിനെക്കുറിച്ചുള്ള ഈ പ്രാഥമികമായ വിലയിരുത്തൽ ഇവിടെ അവസാനിക്കുന്നില്ല. ഇതും താൽക്കാലികമാണ്. തുടർന്നുള്ള അന്വേഷണങ്ങളിൽ കടന്നു വരേണ്ടതാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ.